ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ടേസ്റ്റ് കാസിൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. എത്ര പെട്ടെന്നല്ല ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോകുന്നതും ഓരോ വർഷങ്ങളങ്ങ് കഴിഞ്ഞു പോകുന്നതും. അതുപോലെ നമുക്ക് പ്രായം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 എന്നുള്ള ഈ വർഷം തന്നെ അങ്ങ് കഴിയും. പിന്നെ 2025 അത് കഴിഞ്ഞിട്ട് അതും പെട്ടെന്ന് തീരും. പിന്നെ 2026 ആവും. അപ്പോൾ എന്തായാലും 2024 ക്രിസ്മസ് ആവാറായ സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചൊന്ന് വീടൊന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് അലങ്കരിക്കാമെന്നും ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ബ്രോഡ്വേ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോൾ ബ്രോഡ്വേയിൽ പോയാലും തിരക്കായിരിക്കും. പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം ആയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വൈറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, വലിയ തിരക്കൊന്നുമില്ലെന്ന് ഒന്നോട്ട് നന്ദു, നമ്മളെന്തായാലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ ആ പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു MG റോഡ് എത്താറായപ്പോഴത്തേക്കും തൊട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ അങ്ങ് നിരങ്ങിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയായി. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ എവിടേക്കോ വണ്ടി പാർക്ക് ചെയ്ത്, എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞു തരാമെന്നും അറിയില്ല, എവിടേക്കോ വണ്ടി പാർക്ക് ചെയ്ത് കുറേ ദൂരം നടന്നു. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിലേക്ക് ചെറുതായിട്ട് കയറിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായത്, നമുക്ക് നടക്കാമായിരുന്നു. പിന്നെ അങ്ങോട്ട് നടക്കേണ്ട ആവശ്യം വന്നില്ല. അതായത് നമ്മൾ നിന്ന് കൊടുത്താൽ മതി, ആൾക്കാർ നമ്മൾ തള്ളിക്കൊണ്ടങ്ങ് പൊക്കോളും. അത്രയ്ക്ക് തിരക്കായിരുന്നു. എനിക്കിങ്ങനെ ബ്രോഡ്വേ പോയി എന്തെങ്കിലും മേടിച്ചങ്ങ് ശീലമൊന്നുമില്ല. വളരെ കുറവ് മാത്രമേ ഞാൻ ബ്രോഡ്വേയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. തിരക്കായിരുന്നെങ്കിലും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. കാരണം ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് തന്നെ നല്ലോണം ഇരുട്ടായിരുന്നു. അപ്പോൾ എല്ലാ കടകളിലും ലൈറ്റും ഈ ക്രിസ്മസിൻ്റേതായ അലങ്കാരങ്ങളും സ്റ്റാർസും പലതരത്തിലുള്ള ലൈറ്റ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഓരോ കടകളിലും അടിപൊളി സാധനങ്ങളൊക്കെ ആയിരുന്നു. ക്രിസ്മസിൻ്റെ പലതരത്തിലുള്ള ട്രീസ്, പുൽക്കൂടുകൾ, പലതരത്തിലുള്ള സ്റ്റാർസ്, ഫെയറി ലൈറ്റ്സ്, ക്രിസ്മസ് ഡെക്കോസ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഓരോ കടകളും നോക്കി സാവകാശം, കുറച്ച് ക്ഷമ വേണം ഓരോ സാധനങ്ങൾ മേടിക്കണമെങ്കിലും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1-2 റെയിൻഡിയേഴ്സൊക്കെ മേടിച്ചു. അപ്പോൾ ആദ്യമുള്ള കടകളിലൊക്കെ കണ്ടയിടത്തൊക്കെ അവർ പറഞ്ഞു 80 രൂപയാണ്, കുറച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് പേശാൻ നോക്കിയെങ്കിലും ഏറ്റില്ല അത്. അതിനുശേഷം അതവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ ഒരു റെയിൻഡിയറിനാണ് അവർ 80 രൂപയൊക്കെ പറഞ്ഞത്. പിന്നെ ഉള്ളിലേക്ക് ചെല്ലും തോറും കുറേ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്കും 50 അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കടയിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ചോദിച്ചത് അവിടെ 40 അങ്ങനെ 2 റെയിൻഡിയർ 40 രൂപയ്ക്ക് മേടിച്ചു. ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അധികം ഒന്നും മേടിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. നമ്മൾ ഇവിടെയൊക്കെ ഇത്ര തിരക്കിൽ പോകുമ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി പോകണം. കാരണം നമ്മൾ ഓരോ കടകളിൽ കയറി ഇറങ്ങി സാവകാശം ധൃതിയൊന്നും ഇല്ലാണ്ട് നമ്മൾ നോക്കി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. കാരണം അത്രമാത്രം സാധനങ്ങളുണ്ട് നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ. അതുപോലെ കടകളുമുണ്ട്. ഇപ്പുറത്തെ കടയിൽ കാണാത്ത സാധനങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് കാണും, അവിടെ കാണാത്ത അതിൻ്റെ അപ്പുറത്ത് കാണും. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഷോപ്പിങ്ങിനായാലും എന്തിനായാലും വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വലിയ തിരക്കും ധൃതിയൊന്നും ഇല്ലാണ്ട് കുറച്ച് ക്ഷമയോടുകൂടി പോകണം. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ കുട്ടികളില്ലാണ്ട് പോകണം. കാരണം കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടു പോവും. അവർക്ക് ഭയങ്കരമായിട്ട് അവർ സഫക്കേറ്റഡ് ആയിപ്പോവും കുട്ടികളെയും കൊണ്ട് പോയാൽ. അതൊരു പ്രശ്നമാണ്. പക്ഷേ എന്നാലും അടിപൊളിയാണ്. കാരണം നമുക്ക് കുറച്ച് പേശാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേൻ്റെ ഭംഗി കണ്ടെങ്കിൽ മതിയായില്ല, അത്രയ്ക്കുണ്ട് കാണാനായിട്ട്. എനിക്ക് കുറച്ചുകൂടെ കറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ മക്കൾ രണ്ടുപേരും നല്ലോണം തന്നെ ടയേർഡായിരുന്നു. അപ്പോൾ അവർക്കാണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കയത്തേക്ക് ബ്രോഡ്വേൻ്റെ അവിടെ തന്നെ ദ ഓവൻ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ 3 പേര് കോഫി കുടിച്ചു. മക്കൾക്ക് 2 പേർക്കും പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മേടിച്ചു കൊടുത്തു. അവിടെ വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ജ്യൂസിന്. പാഷൻ ഫ്രൂട്ട് ജ്യൂസും വേറെ എന്തൊരു ജ്യൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മേടിച്ചു കൊടുത്തു. ഓരോ സാൻഡ്വിച്ചും മേടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയായിട്ട് ബാംബു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും കൂടി കാണാൻ പോയി. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.